27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി. വശ്യമായി സംസാരിക്കും. സ്വന്തം കഴിവിലുള്ള വിശ്വാസം ഉയർച്ച നേടിത്തരും. ഉദ്യോഗത്തിൽ നിന്നും കൂടിയ വരുമാനം ലഭിക്കും. വാഹനസുഖം, യാത്രാഗുണം, വിദേശത്തു നിന്നും ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാം. അടുത്തത് ഭരണി നക്ഷത്രമാണ്. വസ്ത്രാഭരണാദി നേട്ടം ഉണ്ടാകും. പുതിയ അവസരങ്ങൾ വന്നുചേരും. അധികാരപ്രാപ്തി ഉണ്ടാകും. പലവിധത്തിലുള്ള ധനനേട്ടം വന്നുചേരാം. ശത്രുക്കളുടെ മേൽ വിജയിക്കുവാൻ സാധിക്കും. യുവതി യുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ക്ഷമയില്ലായ്മ ഉണ്ടാകും. ഉയർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ ഉടലെടുക്കും. അസുഖങ്ങൾക്ക് ഔഷധ സേവ വേണ്ടിവരും. സഹായിച്ചവർ ശത്രുക്കളാകും. കലഹം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ബന്ധുജനങ്ങളുമായി കലഹത്തിന് സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വരാം. സംസാരം മുഖേന തൊഴിൽ സ്ഥാപനത്തിൽ കുഴപ്പങ്ങൾ വന്നേക്കാം. ഭൂമി വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. സ്വാർത്ഥമായി പെരുമാറും. ജാമ്യം നിൽക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആരോഗ്യ സംരക്ഷണത്തിൽ അതീവ ജാഗ്രത വേണം. തൊഴിൽ രംഗത്ത് സുരക്ഷിതത്വമില്ലായ്മ ഉണ്ടാകാം. മുറിവോ ചതവോ പറ്റാം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ആരോഗ്യം മോശമാകും. മറ്റുള്ളവർ ശത്രുതയോടുകൂടി പെരുമാറും. കുടുംബത്തിൽ ഉള്ള തർക്കം കോടതി വരെ എത്തുന്നതായിരിക്കും. ബന്ധുക്കൾ ശത്രുക്കളാകും. അടുത്തത് പുണർന്നം നക്ഷത്രമാണ്. അസ്വസ്ഥതകൾ തർക്കങ്ങളും കാരണം മനസ്സ് വളരെയധികം കലുഷിതമാകും. ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടാം. ദുരിതങ്ങൾ വന്നു ഭവിക്കാം. യാത്ര കൊണ്ട് പ്രതീക്ഷിച്ച ഗുണം ലഭിക്കുകയില്ല. അടുത്തത് പൂയം നക്ഷത്രമാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കുകയില്ല. ചിലവുകൾ വർദ്ധിക്കും. കർമ്മരംഗത്ത് പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വരും. കുടുംബാംഗങ്ങളുടെ ആവശ്യത്തിനായി ആശുപത്രിവാസം വേണ്ടിവരും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കീഴുദ്യോഗസ്ഥൻ മുഖേന നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. കലാപരമായി പുതിയ അവസരങ്ങൾ ലഭിക്കും. നൂതന പദ്ധതികൾ ആസൂത്രണം ചെയ്യും. എല്ലാ രംഗത്തും അഭിവൃദ്ധിയും ശുഭപ്രതീക്ഷയും ഉണ്ടാകും. ദൈവാധീനം ഉണ്ടാകുന്നതാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. സുഹൃത്തുക്കളെ കൊണ്ട് സഹായം ലഭിക്കും. സ്ത്രീകളിൽ അമിതമായ താല്പര്യം കാണിക്കും. വിദേശത്തു നിന്നും ശുഭവാർത്ത കേൾക്കും. ശത്രുജയം ഉണ്ടാകും. ക്രയവിക്രയങ്ങളിൽ നേട്ടത്തിന് സാധ്യത. വാഹനഭാഗ്യം ഉണ്ടാകും. അന്യരെ സഹായിക്കുവാനുള്ള മനസ്സ് ഉണ്ടാകും. അടുത്തത് പൂരം നക്ഷത്രമാണ്. എല്ലാ കാര്യങ്ങളിലും നേട്ടവും ഉന്നതിയും ഉണ്ടാകും. കലാനൈപുണ്യം ഉണ്ടാകും. വിദേശവാസം ഗുണം ചെയ്യും. പ്രണയ സാഫല്യം ഉണ്ടാകും. ധനപരമായി ഉയർച്ച ഉണ്ടാകും. വിദ്യാവിജയം ഉണ്ടാകും. ജോലി ലഭ്യത ഉണ്ടാകും. തൊഴിലിൽ അഭിവൃദ്ധി വന്നുചേരും. അടുത്ത ഉത്തരം നക്ഷത്രമാണ്. സുഖപ്രദമായ കുടുംബജീവിതമായിരിക്കും. വലിയ ആയാസം കൂടാതെ ധനപ്രാപ്തി വന്നു ഭവിക്കും. കുടുംബസുഖം, ബന്ധുഗുണം, അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കൾ എന്നിവ ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് കുറവ് വരും. അടുത്തത് അത്തം നക്ഷത്രമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് അർഹനാകും. കുടുംബസുഖമുണ്ടാകും. പ്രവർത്തന വിജയം ഉണ്ടാകും. സന്താന ഭാഗ്യം ഉണ്ടാകും. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കും. സന്തോഷം നിറഞ്ഞ ദിവസമായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. അന്യരുടെ സ്വത്ത് അനുഭവിക്കുവാൻ യോഗം കാണുന്നുണ്ട്. വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിച്ചേക്കാം. കർമ്മരംഗത്ത് നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. സ്ത്രീകൾക്ക് ഗുണാനുഭവങ്ങൾ വന്നുചേരും. തൊഴിലിൽ ഉത്സാഹവും പുരോഗതിയും ഉണ്ടാകും. വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം. അടുത്തത് ചോതി നക്ഷത്രമാണ്. ശാരീരികമായി വളരെയധികം സുഖാനുഭവങ്ങൾ ഉണ്ടാകും. രോഗശാന്തി അനുഭവത്തിൽ വരും. കുടുംബസുഖമുണ്ടാകും. പ്രശ്നങ്ങളെ ധീരതയോടുകൂടി നേരിട്ട് വിജയം വരിക്കുവാൻ സാധിക്കും. അംഗീകാരവും വിജയവും ഉണ്ടാകും. സന്താനങ്ങൾ മൂലം സന്തോഷം വന്നുചേരും.
അടുത്തത് വിശാഖം നക്ഷത്രമാണ്. കലഹത്തിന് വരുന്നവരെ പോലും സരസമായി സംസാരിച്ച് വശത്താക്കും. കർമ്മമേഖലയിൽ ഉണർവ് ഉണ്ടാകും. ദാമ്പത്യ സുഖമുണ്ടാകും. കിട്ടാക്കടം പിരിഞ്ഞു കിട്ടും. പേരും പെരുമയും ഉണ്ടാകും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. തൊഴിൽ സ്ഥാപനത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കും. ധനാഗമം ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. അകലെ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. മനോദുരിതത്തിൽ നിന്നും മോചനമുണ്ടാകും. മാന്യത ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടം. അകന്നു കഴിഞ്ഞവർ അടുത്തു വരും. പുതിയ കൂടിച്ചേരലുകൾ വന്നു ഭവിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. കുടുംബപരമായുള്ള അസ്വസ്ഥതകൾ മാറും. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ കരുതൽ വേണം. ദേഷ്യം നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. കുടുംബസുഖം നഷ്ടപ്പെടും. ഉദ്യോഗസ്ഥലത്ത് അധികാരം പ്രകടിപ്പിക്കേണ്ടി വരും. വ്യവഹാര പരാജയം ഉണ്ടാകും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. തൊഴിൽ മേഖല ഉഷാറാകും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. ധനപ്രാപ്തി ഉണ്ടാകും. ജോലി ലഭ്യതയുണ്ടാകും. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കും. കുടുംബ സമാധാനം തിരികെ കിട്ടും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. നിർബന്ധ ബുദ്ധി ഒഴിവാക്കുക. അന്യദേശവാസമുണ്ടാകും. വ്യവഹാര വിഷയങ്ങളിൽ മനോദുഃഖം ഉണ്ടാകും. കുടുംബത്തിൽ കലഹങ്ങൾക്ക് സാധ്യത. സ്ത്രീകൾ മൂലം ദുഃഖം അനുഭവത്തിൽ വരും. ചിലവുകൾ ക്രമാതീതമായി വർദ്ധിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. സംസാരം വളരെയധികം നിയന്ത്രിക്കണം. ഔഷധം ഉപയോഗിക്കേണ്ടി വരും. തെറ്റിദ്ധാരണകൾ വന്നു ഭവിക്കും. അനുകൂലികൾ ശത്രുക്കളാകും. ജോലി നഷ്ടം ഉണ്ടാകാം. വ്യവഹാരങ്ങളിൽ പരാജയ ഭീതി. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. യാത്രയിൽ ധനനഷ്ടത്തിന് സാധ്യത. പരിശ്രമങ്ങൾക്ക് അനുകൂല ഫലം ലഭിക്കുകയില്ല. നഷ്ടങ്ങളോ കഷ്ടതകളോ ഉണ്ടാകാം. അന്യരോട് കയർത്ത് സംസാരിക്കും. ധനനഷ്ടം വന്നു ഭവിക്കാം. കുടുംബകലഹം, അഭിമാനക്ഷതം എന്നിവ വരാതെ ശ്രദ്ധിക്കണം. അടുത്തത് ചതയം നക്ഷത്രമാണ്. കുടുംബസമാധാനം ഉണ്ടാകും. ശുഭാപ്തി വിശ്വാസം പ്രകടമാക്കും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. ഔദ്യോഗികമായി ആനുകൂല്യങ്ങൾ ലഭിക്കും. അടുത്തത് പൂരുരുട്ടാ നക്ഷത്രമാണ്. സ്ത്രീകളെ ആകർഷിക്കുന്ന സ്വഭാവം പ്രകടമാക്കും. ഉല്ലാസയാത്രകൾ നടത്തും. ദാമ്പത്യം സമാധാനപൂർണ്ണമാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. മനസ്സുഖം ലഭിക്കും. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. ദാമ്പത്യ വിഷയങ്ങളിൽ പൊതുവെ സുഖം. ശത്രുക്കൾ മിത്രങ്ങളാകും. ഇഷ്ടഭക്ഷണ ലഭ്യതയുണ്ടാകും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഐക്യം ഉണ്ടാകും. സന്താന ഭാഗ്യം ഉണ്ടാകും. ധനപ്രാപ്തി, ശത്രുജയം, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യം എന്നിവ സംജാതമാകും. അവസാനമായി രേവതി നക്ഷത്രമാണ്. അവിചാരിതമായ ധനനേട്ടം ഉണ്ടാകും. ബിസിനസ്സിൽ ധനവർദ്ധനവ് ഉണ്ടാകും. ഇഷ്ടമാംഗല്യ യോഗം കാണുന്നുണ്ട്. സ്ത്രീകൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ നേട്ടം. വിദ്യാർത്ഥികൾക്ക് മികച്ച ദിവസം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.